കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ. ദീപാവലി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സ്വീറ്റാണ്. അതിൽ സ്വീറ്റിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗുലാബ് ജാമുനാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ചീസ് കേക്കും. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുലാബ് ജാമുൻ ചീസ് കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും. അതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പ്രിപ്പറേഷൻ ടൈം ഒരു 15 to 20 മിനിറ്റ്സേ വരുള്ളൂ. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീസ് കേക്ക് റെഡി. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോൺ ബേക്ക് ചീസ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചീസ് വേണം, ബട്ടർ വേണം, പിന്നെ ഇത് കുറച്ച് ജെലാറ്റിനാണ്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, യോഗർട്ട്, ഇത് കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ ഇത് നമ്മുടെ ഗുലാബ് ജാമുൻ കുറച്ച് അരച്ച് വെച്ചിരിക്കുന്നതാണ്, ഒരു 3-4 ഗുലാബ് ജാമുൻ, ഇത് ഷുഗർ പൗഡർ. പിന്നെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുക്കീസ് പൊടിച്ചത് വേണം. ഈ കുക്കീസ് പൊടിച്ചത് നമ്മൾ ഈ ബട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കുക്കീസ് വേണം. ഇതിനെ ഒരു ബൗളിലേക്ക് ഇടാം. ഇത് കുറച്ച് ബട്ടർ, ഒരു 100 ഗ്രാംസ് വേണ്ടി വരും. റൂം ടെമ്പറേച്ചറിലായിട്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ബട്ടർ എടുത്തു. പിന്നെ ഈ ബട്ടറും ഈ കുക്കീസും കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കുക്കീസും ബട്ടറും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബേസിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു പാനിനകത്ത് ബേസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതുപോലത്തെ ഒരു ഷീറ്റ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ചീസ് കേക്ക് എടുക്കുമ്പോൾ സൈഡെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മളിത് റിമൂവ് ചെയ്തിട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നോക്കാം. എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബാക്ക് വശം പരന്നിട്ടുള്ള ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബേസ് റെഡിയാവും. ഇനി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ബേസ് സെറ്റായി കിട്ടും. നന്നായി പ്രസ് ചെയ്യാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അരിയെല്ലാം കുറച്ച് ഭംഗിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബേസിനെ നമുക്കൊന്നൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തുടങ്ങാം. നമ്മൾക്ക് ആദ്യം ഈ ജെലാറ്റിനൊന്ന് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. ഒരു 15 to 20 ഗ്രാംസ് വേണ്ടി വരും. ഇപ്പോൾ ഇതുപോലെയുള്ള പാക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാംസിൻ്റെ പാക്കറ്റാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 പാക്കറ്റോളം മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് എടുത്തിട്ട് ഈ ബൗളിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ മതി. സ്റ്റാൻഡ് മിക്സറാണ്. സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിലും ഹാൻഡ് മിക്സർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ക്രീം ചീസാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ഇതിനൊന്ന് സ്മൂത്താക്കി
കുറച്ച് യോഗട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. കുറച്ച് ഷുഗർ, ആദ്യം ഇതിനൊന്ന് സ്മൂത്താക്കാം. ഒരു 1/2 സ്ലൈസ് ലെമൺ ജ്യൂസ് കുറച്ചൊന്ന് ഒഴിഞ്ഞ് വയ്ക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ്റെ കുറച്ച് ഇത്രയൊക്കെ മതിയായിരിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി അടിക്കാം. ഇതിലോട്ടാണ് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചൂടാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം ചീസ് കേക്കിൻ്റെ ബേസിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്തിട്ട് ഇതിൻ്റെ മീതായിട്ട് ഒരു ലെയറും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. തൽക്കാലം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ കൊണ്ടുപോകാം. ഇതിപ്പോൾ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച ചീസ് കേക്ക് ഞാൻ പുറത്തോട്ട് എടുത്തേക്കാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴിഞ്ഞൊന്നും പോകില്ല. ഏകദേശം കയ്യിലൊന്നും സ്റ്റിക്ക് ആവാണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലെയർ ഇതിനകത്തോട്ട് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഗുലാബ് ജാമുൻ്റെ ഈ വാട്ടർ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അതിനകത്തോട്ട് കുറച്ച് ജെലാറ്റിൻ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഓൾറെഡി ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഏലക്കയും ഒന്നും ചേർക്കണില്ല. വേറെ ഫ്ലേവറിന് വേണ്ടി ഒന്ന് ചേർക്കും. അപ്പോൾ നമ്മൾ ഈ ജെലാറ്റിൻ ഇതിനകത്ത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഒരു വെള്ളം ചൂടോടുകൂടി തന്നെ ഒഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടായിപ്പോൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരുമ്പോൾ ശരിയാവില്ല. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പതുക്കെ സ്ലോലി ഒഴിച്ചു കൊടുക്കണേ. ഇങ്ങനെ എന്തെങ്കിലും സ്പൂണിൻ്റെ മീതേക്കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി.
ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊരു ചെറിയ തിൻ ലെയർ വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. ഇതിപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് ഇതിൻ്റെ അരികെല്ലാം വിട്ട് കറക്റ്റായിട്ട് പോരുള്ളൂ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് ഓക്കെ. അപ്പോൾ നമ്മളിത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുള്ള ചീസ് കേക്കിന് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അതിൻ്റെ ബേസിലോട്ടൊന്ന് മാറ്റാതെ തുറന്ന് നോക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ക്രീമായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അടിയിലത്തെ ലെയർ ബിസ്ക്കറ്റിൻ്റെ, പിന്നത്തെ ലെയർ നമ്മുടെ ഗുലാബ് ജാമുൻ ചീസ് കേക്ക്, മീതത്തെ ലെയർ ഗ്ലാസ് പോലെ ഇരിക്കുന്നത് നമ്മുടെ അതിൻ്റെ ഗുലാബ് ജാമുൻ്റെ വാട്ടർ. കണ്ടോ, ഇതാണ് നമ്മുടെ ചീസ് കേക്കിൻ്റെ ടെക്സ്ചർ. ഇത് കണ്ടോ, ഫസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ ലെയർ കാണാം, പിന്നെ ക്രീം ചീസിൻ്റെ ലെയർ, പിന്നെ ബിസ്ക്കറ്റിൻ്റെ ലെയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗുലാബ് ജാമുൻ ചീസ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ടു സുജീസ് പോപ്കോൺ കിച്ചൺ.